കഴിഞ്ഞ ദിവസം ശക്തമായ തലവേദന വന്നതിനെ തുടർന്ന് എൻ്റെ കണ്ണിന് എന്തോ ഒരു വയ്യായി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സോ ഐ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഐ ടെസ്റ്റിന് ഇറങ്ങണത്. അപ്പോൾ കുറേയൊക്കെ നോക്കിയപ്പോൾ കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഡ്രൈനെസ്സിനുള്ളൊരു മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചത് നമ്മൾ ഇറങ്ങി നേരെ അമ്മയുടെ അടുത്ത് പോയി. കാരണം എന്താണ്, അമ്മയുടെ അടുത്തുള്ള ഈ ഒരു മേഡം എനിക്കല്ല നമ്മുടെ ചേട്ടന് ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചച്ചക്കയും പഴുത്ത ചക്കയൊക്കെ കൊണ്ട് പോണ വഴിക്ക് നമ്മൾ കുറച്ച് മാങ്ങയും സേമിയൊക്കെ മേടിച്ചു. പിള്ളേർ കുറേ നാളായി പറയുന്ന ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആദ്യം തന്നെ ഒരു 2 കിലോ മാങ്ങ ഞാൻ മേടിച്ചിട്ട് നല്ല രീതിയിൽ മധുരമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഈ ഒരു സാധനം വാങ്ങിച്ചത് എത്രത്തോളം ഉപകാരമാണെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ജ്യൂസ് ഐറ്റം എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പം ഉണ്ടായിരിക്കും, എനിക്കത് വേണം. അതവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിള്ളേർക്ക് കൊടുക്കുന്ന ഹെൽത്തി ഷേക്ക് ഉണ്ടല്ലോ, അതായത് എല്ലാ നട്ട്സും, ഒട്ടുമിക്ക എല്ലാ നട്ട്സും 2 ചോക്കോബാറും കൂടി ഇട്ടിട്ട് അത് നമ്മൾ ഷേക്കായിട്ട് അടിച്ചിട്ടു. അതിൽ നേന്ത്രപ്പഴം അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെ സേമിയോ വേവിച്ചതും കൂടി ഇട്ടിട്ട്, സാധാരണ നമ്മുടെ ഈ ഒരു ഐസ് ട്രേക്ക് അത്രയും വില കുറവാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോളൂ. ഷേക്ക് കുടിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ കുടിച്ചോളും. എന്നിട്ട് അത് ഫ്രീസാവാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിറച്ചുണ്ടായിരുന്ന ആ ഒരു ഭരണി പകുതി കഴിയാറായി. അപ്പം നമ്മുടെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏറ്റവും വലിയ ഗുണം, ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തണുത്ത ജ്യൂസ് വേഗം എടുത്ത് കൊടുക്കാം. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവർക്ക് പ്ലേ മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 5 മാറ്റെങ്ങാണ്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അതായത് അത്രയും നാശമായിട്ട് ഞങ്ങളത് കളയാറുള്ളൂ. ഇവർ ജനിച്ച കാലം മുതലേ ഞങ്ങളൊരു 5 മാറ്റോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ മേടിച്ചതാണ്. കാരണം ഇതിൽ കുറേ കണ്ടുപഠിക്കാനുണ്ട് ഈ മാറ്റിൽ. അവർ കുറേ നേരം ഇരുന്ന് കളിച്ചോളും, വെറുതെ തറയിൽ കിടന്ന് നിരങ്ങണ്ടല്ലോ. സോ അത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കളിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ലൂസാക്കി. കാരണം നല്ല പൾപ്പ രീതിയിലായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അല്ലൂസും ഐനൂസും നമ്മുടെ ഈ ഒരു ഷെയ്ക്ക് ഒട്ടും കുടിക്കാറില്ല. അവർക്ക് നമ്മൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. കാരണം അവർ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ജ്യൂസ് ഒഴിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം. നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്തോളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും അടിപൊളി സാധനമാണ് കേട്ടോ.